മലയാളത്തിന്റെ സ്വന്തം കുഞ്ഞിക്ക നമ്മുടെ ദുൽഖർ സൽമാന്റെ കാന്ത. ഇനി ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നടിപ്പ് ചക്രവർത്തിയുടെ കാന്ത എന്ന രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വാർത്തകൾ കാണാൻ വേണ്ടി പോകുന്നത്, നമ്മൾ പോസ്റ്ററുകൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഏറ്റവും ആദ്യം ഈ നടിപ്പ് ചക്രവർത്തിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് പടത്തിലേക്ക് വരാം. ഒരു സിനിമ അത്യാവശ്യം ഹൈപ്പുള്ള ഒരു സിനിമയാണെന്ന് വെച്ചോ. ഈ സിനിമയുടെ പ്രിവ്യൂ ഷോ വെക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പെയ്ഡ് റിവ്യൂ ഷോ അല്ല, അല്ലാണ്ട് ആ അണിയറ പ്രവർത്തകരും സിനിമയിലുള്ള ആൾക്കാരും മാത്രം വെച്ചുകൊണ്ടൊരു പ്രിവ്യൂ ഷോ വെക്കാറുണ്ട്. ഈ പ്രിവ്യൂ ഷോ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിന് ഭയങ്കര ഗംഭീര അഭിപ്രായമായിരിക്കും. പടത്തിനെ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി കഴിഞ്ഞാൽ കിടുപ്പടം, അടിപൊളി പടം, പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് റോക്കറ്റ് വിട്ടുപോലെ അത്രയും പെർഫോമൻസ് ഈ സാധനമൊക്കെ വരും. ഇത് കഴിയുമ്പോഴത്തേക്കുവേ നമ്മൾ പടം തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഈ പ്രിവ്യൂ ഷോയിൽ തള്ളി മറിച്ചൊന്നും ഈ പടത്തിനകത്ത് ഇല്ലാടെ എന്നൊരു തോന്നുന്നത് നമുക്ക് ഉണ്ടാവും. ഈ കാന്തയുടെ പ്രിവ്യൂ ഷോ ആസ് യൂഷ്വൽ ഗംഭീര അഭിപ്രായങ്ങൾ ഞാൻ കണ്ടു. പടം മോശമാണോ ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ, എനിക്ക് പടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായിട്ട് കാണുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അത് ഫാൻസ് ആണോ അല്ലെങ്കിൽ PR ടീംസിൻ്റെ പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര അതൊരു വൃത്തികെട്ടൊരു പരിപാടിയാണ്. കാരണം ഇപ്പോൾ ഈ കാന്ത എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലറും ടീസറും കണ്ട സമയത്ത് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് DQന്റെ നല്ലൊരു പെർഫോമൻസ് പടത്തിലുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ദുൽഖർ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പടത്തിൽ പെർഫോം ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ കൂടുതലായിട്ട് പുള്ളി ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് തെലുങ്ക് മൂവീസിലാണ്. ലാസ്റ്റ് ഇറങ്ങിയ ലക്കി ഭാസ്കർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന് മുന്നേ DQ ചെയ്തിട്ടുള്ള തെലുങ്ക് മൂവീസ് എല്ലാം തന്നെ എനിക്ക് വർക്കാണ്. പുള്ളിയുടെ ഒരു അഭിനയമാണെങ്കിൽ തന്നെയും കൊള്ളാം. അതായത് പുള്ളിക്കൊരു സേഫ് സോൺ ഉണ്ട്. DQന് ഇപ്പോൾ ഒരു ആക്ഷൻ മാസ് പരിപാടി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പറ്റണം എന്നില്ല. ഒരു കോമഡി പരിപാടി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പറ്റണമെന്നില്ല. പുള്ളിക്ക് പറ്റുന്ന ഒരു സെന്റിമെന്റൽ ഏരിയ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഏരിയ ഉണ്ട്, അവിടെ പുള്ളിക്ക് ഇടുവാണ്. അപ്പോൾ പുള്ളി നൈസായിട്ട് ആ വർക്കൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഈ കാന്തയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2 സാധനം കണ്ടു. നടിപ്പ് ചക്രവർത്തി എന്ന് പറഞ്ഞുകൊണ്ട്, അത് ട്വിറ്ററിൽ പോലും ഹാഷ്ടാഗ് ഉണ്ട്, നടിപ്പ് ചക്രവർത്തി DQ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ആ പുള്ളി നന്നായിട്ട് നടിക്കുന്നുണ്ടായിരിക്കാം, ഓക്കെ, ആ പരിപാടി വർക്കാണ്, കുഴപ്പമില്ലെന്ന് വെക്കാം. പിന്നീട് ഞാൻ കണ്ട മറ്റൊരു ഹാഷ്ടാഗ് ഉണ്ട്, നാഷണൽ അവാർഡ് കൊട്ര മോദിജി. ഈ ഒരു ഹാഷ്ടാഗ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എടാ ഇത് പടം തന്നെ ഇറങ്ങിയിട്ടില്ലല്ലോ, പടം ഇറങ്ങണ്ടേ? ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഫാൻസ് വന്നിട്ട് അല്ലെങ്കിൽ PR ടീം വന്നിട്ട് നാഷണൽ അവാർഡ് കൊട്ര മോദിജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ, നടിപ്പ് ചക്രവർത്തി എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അതൊരു കോമഡി ആയി പോകും. ഈ PR ടീംസും അല്ലാന്നുണ്ടെങ്കിൽ ഫാൻസുകാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു സിനിമ പടം ഇറങ്ങിക്കഴിഞ്ഞ് പ്രേക്ഷകർ ആ തിയേറ്ററിൽ പോയിട്ട് ആ പടം കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കൊടുക്കണോ സ്റ്റേറ്റ് അവാർഡ് കൊടുക്കണോ അത് ജൂറിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായം വരണമെന്നുണ്ടെങ്കിൽ പടം തിയേറ്ററിൽ റിലീസായി കഴിയണം. അതിനു മുന്നേ ഒരു പ്രിവ്യൂ ഷോ വെച്ചിട്ട് ആ സിനിമയിൽ, ഇപ്പോൾ ഈ കാന്ത എന്ന് പറയുന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ചിരിക്കുന്ന ആ കഥാപാത്രത്തിനെ നടിപ്പ് ചക്രവർത്തി എന്ന് ഓൾറെഡി സിനിമയിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരു ഇന്റർവ്യൂ സമയത്തൊക്കെ ആണെങ്കിൽ തന്നെയും പ്രൊമോഷൻ്റെ സമയത്താണെങ്കിൽ തന്നെയും റാണയും DQ ആയിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെയും ഈ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ദുൽഖറിനെ നടിപ്പ് ചക്രവർത്തി എന്ന് വിളിക്കും. ഓക്കെ, ഫൈൻ. പക്ഷെ ഇത് പടം തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നടിപ്പ് ചക്രവർത്തി ദുൽഖർ സൽമാൻ എന്നും പറഞ്ഞുകൊണ്ട് പ്രസന്റ് ചെയ്യുന്നത് ഈ നമ്മൾ നൂലിൽ കെട്ടിയ ഒരാളെ ഇറക്കുന്ന പോലെയാണ്. കുറച്ച് നാൾ മുന്നേ നമ്മുടെ ദുൽഖറിന്റെ കൊത്ത എന്ന് പറയുന്നൊരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ് നൂലിൽ കെട്ടി ഇറക്കുക. ഈ നൂലിൽ കെട്ടി ഇറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര ബോറാ. അതേപോലെ മമ്മൂക്കയുടെ മോനായതുകൊണ്ട് ദുൽഖർ സൽമാൻ ഒരു നടിപ്പ് ചക്രവർത്തി, ലാലേട്ടന്റെ മോഹൻലാലിന്റെ മകനായതുകൊണ്ട് പ്രണവ് ഒരു നടിപ്പ് ചക്രവർത്തി, ഇതൊന്നും ആകൂല. അവർ നല്ല നല്ല റോൾസ് ചെയ്ത് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ എത്ര തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചാലും നടിപ്പ് ചക്രവർത്തി എന്ന് വെച്ചാലും അത് വർക്കാവില്ല. ഞാൻ ദുൽഖറിന് വർക്കാകുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ പരിപാടി സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതത്ര ആപ്റ്റ് ആകുന്നൊരു പരിപാടിയല്ല. അല്ലെങ്കിൽ അവർ അത്രത്തോളം മികച്ച റോളുകൾ ചെയ്ത് ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് തോന്നണം ഇത് പക്കയാണല്ലോ എന്ന് നമുക്ക് തോന്നണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര രാക്ഷസ നടിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാലും നടിപ്പ് ചക്രവർത്തി എന്ന് വിളിച്ചാലും അത് വർക്കാവില്ല. അത് ഓർത്തിരുന്നാൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. കാരണം ഈ ഫാൻസുകാർ ട്വിറ്ററിൽ കിടന്നുകൊണ്ട് കൊട്ര മോദിജി നാഷണൽ അവാർഡ് എന്നും പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് ഒക്കെ ഇടുന്നത് പരമ ബോറം പരിപാടിയാണ്. ഇനി പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പടത്തിൽ ആദ്യം പെർഫോമൻസിനെ പറ്റി പറയാം. എനിക്ക് തോന്നിയ കിടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർബായിട്ട് പെർഫോം ചെയ്ത കുറേ സീൻസ് ദുൽഖറിൻ്റെ ഉണ്ട്. അതായത് ദുൽഖർ എന്ന് പറയുന്ന നടൻ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിപ്പോൾ ദുൽഖർ മാത്രമല്ല, ഭാഗ്യശ്രീ സിനിമയിലെ നായിക നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സമുദ്രക്കനി നല്ല പെർഫോമൻസ് ആണ്. റാണ സെക്കൻഡ് ഹാഫിലാണ്, പുള്ളിയുടെ അത്യാവശ്യം നല്ല കുറച്ച് പെർഫോമൻസും പരിപാടിയൊക്കെ ഉണ്ട്. പുള്ളിയുടെ സ്വാഗൊക്കെ റാണയുടെ എല്ലാം ഓക്കെ ആയിരുന്നു. ഈ 4 പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ 4 പെർഫോമൻസും
ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കൂട്ടി യോജിപ്പിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പടം ഓവറോൾ ഒരു സ്റ്റുഡിയോയ്ക്കകത്താണ് ഈ പരിപാടിയുടെ മൊത്തം. അതായത് ഒരു പഴയ ഫിലിം സിറ്റി എന്നൊക്കെ പറയുമല്ലോ, ഈ ഫിലിം സിറ്റി പോലത്തെ ഒരു പരിപാടികളാണ് സംഭവം മൊത്തം നടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇമോഷൻസ് വരുന്നു, കുറച്ച് ഈഗോ ക്ലാഷ് വരുന്നു, സമുദ്രക്കനി ദുൽഖറിൻ്റെ കഥാപാത്രത്തിൻ്റെ ഈഗോ പരിപാടി അതെനിക്ക് വർക്കായി. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും ജോണർ ഒന്ന് ഷിഫ്റ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പോകുന്നുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് എനിക്ക് എന്തോ ഒരു അവിയൽ പരുവത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതായത് അത്രയും നേരം നമ്മൾ കാണുന്നത് ഒരു ഓൾഡ് സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഉണ്ടല്ലോ, ഒരു പഴയ ഓൾഡ് സ്കൂൾ ഓഫ് ആക്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പഴയ സ്റ്റൈൽ, ഒരു ഡ്രാമാറ്റിക് വേയിലാണ് അതിൻ്റെ ഒരു അഭിനയം മൊത്തത്തിൽ പോകുന്നത്. അത് ദുൽഖർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദുൽഖറിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല, ത്രൂ ഔട്ട് വേഷം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് ചില സമയത്ത് നമുക്ക് തോന്നും ഓവർ ഡ്രാമയാണോ നമുക്ക് തോന്നും, ചില സമയത്ത് നമുക്ക് തോന്നും കറക്റ്റ് മീറ്റർ ആണോ എന്ന് തോന്നും. അപ്പോൾ ഈ പഴയ കാലഘട്ടത്തെ ആ അഭിനയം കാണിക്കുമ്പോഴത്തേക്കും ആ ഡ്രാമാറ്റിക് വേ നമുക്ക് ഓക്കെ ഫൈൻ കൊള്ളാം. പക്ഷേ ആ നടൻ്റെ റിയൽ ലൈഫിൽ, സിനിമയിലെ റിയൽ ലൈഫിലെ ആ പരിപാടിയിലും ഒരു ഓവർ ഡ്രാമ ചില സമയത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മീറ്റർ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ എല്ലാവരും അത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് ഈ ജോണർ ഷിഫ്റ്റ് ആകുന്നൊരു സമയമുണ്ട്. പടത്തിൻ്റെ ജോണർ ഷിഫ്റ്റായി കഴിയുമ്പോഴത്തേക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പോകുമ്പോൾ, ഒരു ത്രില്ലർ മൂഡിലേക്ക് പോകുമ്പോൾ അവിടെയാണ് എനിക്ക് ഈ സാധനം കയ്യിൽ നിന്ന് പോയതായിട്ട് ഫീൽ ചെയ്തത്. കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഒരു 2.25 മണിക്കൂർ പടമുണ്ട്. ഈ 2.25 മണിക്കൂറിൽ ഇൻ്റർവെൽ വരെ എല്ലാവർക്കും ഒരേപോലെ ഇത് എന്താ പറയണ്ടേ, ഈ ഒരു ലാഗ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് വർക്കായി. ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ലാഗ് പരിപാടി, ഈഗോ ക്ലാഷും നറേഷനും ഒക്കെ എനിക്ക് വർക്കായി. ഞാൻ ഓർത്തു കൊള്ളാം, ഒരു സാധാരണ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്നൊരു സാധനമല്ല. വേറെ ഒരു ഇതിൻ്റെ ലാസ്റ്റ് എൻ ക്രെഡിറ്റിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് സിനിമ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഹോളിവുഡ് സ്റ്റൈലിലെ ഒരു പഴയ ഒരു മോഡൽ മൂവി എടുക്കുന്നൊരു സ്റ്റൈലിലാണ് അവർ എടുത്തേക്കുന്നത്. അതിൻ്റെ മ്യൂസിക് ചെയ്ത ജെക്സ് ബിജോയ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ പക്കയാണ്. കാരണം ആ ഒരു പഴയ കാലഘട്ടത്തിലെ സാധനം നമുക്ക് ഭയങ്കരമായിട്ട് വർക്കാവുന്നുണ്ട്. ഈ പടത്തിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കാണുമ്പോഴത്തേക്കും പ്രസൻറ്റ് ലൈഫിൽ, അതായത് പ്രസൻറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമ നടന്നു പോകുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് നേരെ അതിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യേക നറേഷൻ ഉണ്ട്. അതായത് പ്രസൻറ്റ് ലൈഫിൽ ഇപ്പം നടക്കുന്ന ആ സെയിം സിറ്റുവേഷൻ തന്നെ ഇതിന് മുൻപേ നടന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണിക്കുന്നുണ്ട്. ആ പരിപാടി എനിക്ക് ഓക്കെ. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നല്ല പെർഫോമൻസ് ആണ്, എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആണ്. ഈ പെർഫോമൻസ് ഇങ്ങനെ കണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ജോണർ ഒന്ന് ഷിഫ്റ്റായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ലേസിനെസ് ഉണ്ട്. അതായത് ഒരു പടം ഒരു ത്രില്ലർ മൂഡിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ത്രില്ലടിക്കണം. നമുക്ക് ത്രില്ലടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര നേരം കണ്ട് മതിമറന്നിരുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എനിക്ക് സംഭവിച്ചതാ. സെക്കൻഡ് ഹാഫിലേക്ക് പോയി പടം ഒരു ത്രില്ലർ മൂഡിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റാണയുടെ ഒരു പരിപാടി കൊള്ളാം. റാണയുടെ സ്വാഗം പരിപാടിയൊക്കെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു സ്റ്റുഡിയോയ്ക്കുള്ളിലാണ് നടക്കുന്നത്, പുറത്തെങ്ങുമില്ല. ഷൂട്ട് എനിക്കൊന്ന് ഒരു ഭാഗം പോലും പുറത്ത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ത്രൂ ഔട്ട് സ്റ്റുഡിയോയിലാണ്. അത് ട്രെയിലറിനും ടീസറിനും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്റ്റുഡിയോ പരിപാടിയാണ് പടം മൊത്തം എന്നുള്ളത്. പക്ഷേ ആ സാധനത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരു ത്രില്ലിംഗ് ഫാക്ടർ ഉണ്ട്. ആ ത്രില്ലിംഗ് ഫാക്ടർ നമുക്ക് സെക്കൻഡ് ഹാഫിൽ മിസ്സായിപ്പോയി. അത്ര നേരം എല്ലാവരുടെയും പെർഫോമൻസ് അതിഗംഭീരമായിരുന്നെങ്കിൽ, ഒരു ഡ്രാമാറ്റിക് വേ ഓഫ് പെർഫോമൻസ് ആയിരുന്നെങ്കിൽ തന്നെയും ഗംഭീരമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നി അങ്ങനെ. പക്ഷേ എല്ലാവരും ആ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും ത്രില്ലർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രില്ലർ ഇല്ല. ആ ആക്ടിങ് പരിപാടി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കാണുന്നില്ല. ക്ലൈമാക്സിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെ അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരു അവസാനമായി പോയല്ലോ എന്നൊരു തോട്ട് നമുക്ക് വരുന്നുണ്ട്. അവിടെ അപ്പോൾ ആ പടം മിച്ചം വരുന്നത് കുറച്ച് പെർഫോമൻസ് മാത്രമാണ്. പടത്തിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ത്രില്ലർ മൂവി നമ്മളെ നന്നായിട്ട് ത്രില്ലടിപ്പിച്ചാലേ നമുക്കത് ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുള്ളൂ. 2.25 മണിക്കൂറുള്ള ഒരു പടത്തിൻ്റെ ത്രില്ലിംഗ് ഫാക്ടേഴ്സ് കുറഞ്ഞു പോകുന്ന ഒരു സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എൻഗേജ്മെൻറ്റ് ഭയങ്കരമായിട്ട് കുറയും. നമുക്ക് തന്നെ തോന്നും ഇതെന്താ ഇത് തീരാത്തതെന്ന് തോന്നുന്നത് നമുക്കുണ്ടാവും. സെക്കൻഡ് ഹാഫിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ അപ്പോഴും പെർഫോമൻസ് അവിടെ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് ആ ഒരു ജോണർ ഷിഫ്റ്റ് ഒരു പടത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഷിഫ്റ്റിങ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇവിടെ ഞാൻ അതിൻ്റെ പ്ലോട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സിലാണെങ്കിൽ തന്നെയും ഒരു ട്വിസ്റ്റ്, ഒരു സസ്പെൻസ് ഇരിക്കട്ടെ. ആ സസ്പെൻസ് നമുക്ക് വർക്കാവണം, നമ്മളായിട്ട് കണക്റ്റ് ആവണം, എങ്കിലല്ലേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്ന ആ സാധനം മൊത്തം സെക്കൻഡ് ഹാഫിലായപ്പോഴത്തേക്കും
നമുക്ക് എവിടെയോ ഇങ്ങനെ കളഞ്ഞു പോയി. ഒരു 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 അവിയൽ വെച്ച ഒരു പരുവത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതായത് ഒരു സദ്യ ഒരുക്കുകയാണ്, ആ സദ്യക്ക് അവിയലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചോറുണ്ണാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അച്ചാറും അല്ലെങ്കിൽ പുളിശ്ശേരിയും സാമ്പാറും പരിപ്പും തോരനും എല്ലാം വരട്ടെ എന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാ സാധനവും ഇപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. കൊള്ളാം ഇപ്പോൾ എൻ്റെ ഇലയിലും ഇതൊക്കെ വിളമ്പിടുന്നതായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പറയാണ്, ചോറിട്ടിട്ട് പറയാണ്, ചേട്ടാ അവിയലുണ്ട്, ബാക്കിയെല്ലാം തീർന്നുപോയി എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്കാണ് എനിക്ക് പടം കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ഒരു ഞാനിപ്പോൾ റേറ്റിംഗ് സാധാരണ പറയൂല എല്ലാവരും, 5ൽ 4 റേറ്റിംഗ് കൊടുത്ത ഒരു ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ 5ൽ 2.5 കൊടുക്കുന്ന ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ് എനിക്ക് എൻ്റെ വ്യൂ പോയിന്റിൽ പടം പിന്നീട് പോയത്. അവിടെ ഞാൻ പറയുന്നു, പെർഫോമൻസ് ഒക്കെ ഓക്കെ തന്നെയായിരുന്നു, ടെക്നിക്കൽ സൈഡും എല്ലാം മികച്ചതായിരുന്നു, സെറ്റിട്ട ആൾക്കാരുടെ കഴിവ് അത് ഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെയാണ്, ഡയറക്ഷൻ ഓക്കെയാണ്. ഈ ത്രില്ലിങ് പരിപാടിയാണ് എനിക്ക് മിസ്സായി പോയത്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ പടത്തിൻ്റെ ഒരു എനിക്ക് അത്ര പിടിയുള്ള കാര്യമല്ല. ത്യാഗരാജ ഭാഗവതർ എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ, എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നാണ് ഈ പുള്ളിയെപ്പറ്റി പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഒരു ജീവിതകഥയാണ് ഈ പടം എന്നൊക്കെ ആദ്യം കേട്ടിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ സംഭവം ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെ, കാരണം അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നിർമ്മാതാക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ മദ്രാസ് കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു നോട്ടീസൊക്കെ അയച്ചിട്ടുള്ള ഒരു വിവരമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ത്യാഗരാജ ഭാഗവതറുടെ പരിപാടിയാണോ ദുൽഖർ ചെയ്തിരിക്കുന്നതെന്നും എനിക്കറിയില്ല. എനിവേ ദുൽഖറിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പടം ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നാഷണൽ അവാർഡിനെ പറ്റിയൊക്കെ വാദിക്കുക. പടം ഇറങ്ങുന്നതിന് മുന്നേ അതൊരു ഹാഷ്ടാഗ് ആയിട്ടിട്ട് പ്രചരിപ്പിക്കുന്നത് ഓൾറെഡി അതൊരു പെയ്ഡ് റിവ്യൂ പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യരുത്. അതൊരു ഒരു PR ടീമിൻ്റെ ഒരു പരിപാടിയാണ്. ആ പരിപാടി പെട്ടെന്ന് ഇപ്പോൾ പിടിക്കപ്പെടും. PR ടീമിൻ്റെ വർക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് സിനിമയെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. അതായത് അത്യാവശ്യം നല്ല പെർഫോമൻസ്, DQവിൻ്റെ നല്ല പെർഫോമൻസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. ഒരു ഡ്രാമാറ്റിക് വേയിലാണ്, കുറച്ച് ലാഗും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ മടുപ്പിക്കൂല പടം ആ ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും ലെങ്തും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു എന്താണ് ഇവിടെ ഒരു ത്രില്ലർ ഇല്ലല്ലോ, ആ ത്രില്ലർ എവിടെ പോയി എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും. പടം തീരുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോരാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ, പടം പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞാൻ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഗൈസ്.